കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിലെ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിൻ്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ളൊരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം എന്നെക്കുറിച്ച് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അത് അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത് വേറൊരു കാര്യമാണ്. ഇവിടെ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്. അത് ഈ കോഴിക്കോട് എന്ന് പറഞ്ഞല്ലോ, നിങ്ങളെൻ്റെ കൂടെ വരണ്ട. ആര്? പോലീസ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗവർണർ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ? എവിടെയെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? എന്നിട്ട് നമ്മുടെ മിഠായി തെരുവിൽ പോയി ഇറങ്ങി നടക്കുകയല്ലേ? അതെന്താണ്? ആ സ്വീകരിച്ച നിലപാടിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല, ഈ സുരക്ഷ CRPF കൈമാറി എന്നാണ് പറയുന്നത്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഈ സ്റ്റേറ്റിൻ്റെ തലവനാണല്ലോ അദ്ദേഹം. സ്റ്റേറ്റിൻ്റെ തലവനെന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്. അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമേന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, ഇവരെല്ലാം RSS പ്രവർത്തകരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു. അല്ല, അത് വേറെ കാര്യം. സർപ്ലസ് എപ്പോഴും ഉണ്ടല്ലോ. ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ. അത് പുതിയ കാര്യമല്ലല്ലോ. ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിൻ്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. എന്താ കേരളത്തിൽ CRP നേരിട്ട് ഭരിക്കുമോ? CRP കേരളം കാണാത്ത ഒരു കാര്യമാണോ? എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRP നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRP നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ CRP ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണം എന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ CRP കഴിയുമോ? കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ, ജനാധിപത്യ വഴക്കങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ? അതിൽ നിന്നെല്ലാം അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.